നിന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കാൻ പോലും എനിക്ക് കുറ്റബോധം തോന്നും. നിന്റെ ഭൂമി വീണ്ടെടുക്കാൻ 10 ലക്ഷം രൂപ തന്ന് സഹായിച്ചത് എന്റെ കൂട്ടുകാരനല്ല, കൈലാഷ് സാറാണ്. നിന്നോടുള്ള പ്രണയവും കൈലാഷ് സാറിനോടുള്ള നന്ദിക്ക് ഇടയിൽ കിടന്ന് ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ഞാൻ ജോലി രാജിവെച്ചത്. പക്ഷേ കമ്പനിയിൽ നിന്ന് പോന്നിട്ടും നിന്നിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. കൈലാഷ് സാറ് നിന്നെ സംരക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നീ എന്റെ തൊട്ടടുത്തുണ്ടായാൽ ഞാൻ എപ്പോ വേണമെങ്കിലും നിന്നോട് എന്റെ പ്രണയം തുറന്നു പറയുമെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ടാ നിങ്ങളെ എല്ലാരെയും വിട്ട് ദൂരത്തേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല. നീ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്ന് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കൈലാഷ് സാറ് നിന്നെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ഒഴിഞ്ഞു മാറിപ്പോവാൻ തയ്യാറായി നിൽക്കുമ്പോൾ നിനക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായത്. പ്രിയൻചേട്ടൻ പോയാ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന പ്രിയൻചേട്ടന് എങ്ങനെ തോന്നി? കൈലാഷ് സാറിനെ നല്ലൊരു മനുഷ്യനായി ബഹുമാനത്തോടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഇല്ലാത്തതോരോന്നും മനസ്സിൽ സങ്കല്പിച്ചു കൂട്ടത് എന്നോട് സത്യം തുറന്നു പറഞ്ഞ പോരായിരുന്നോ? മതിയായിരുന്നു. പക്ഷെ അപ്പോഴുണ്ടായിരുന്ന മാനസികാവസ്ഥയിൽ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഐ എം സോറി. പ്രിയൻചേട്ടൻ എന്റെ മനസ്സിൽ എത്ര വലിയ സ്ഥാനമുള്ളതെന്ന് പ്രിയൻചേട്ടന് പോലും അറിയില്ല. പ്രിയൻചേട്ടൻ എന്നോട് ഒരിക്കലും മാപ്പ് ചോദിക്കരുത്. പ്രിയൻചേട്ടനെ പോലെ ഒരു പങ്കാളിയെ കിട്ടിയത് എന്റെ ഭാഗ്യം. പ്രിയൻചേട്ടനെ പോലെ എനിക്ക് കൈലാഷ് സാറിന്റെ മനസ്സ് വിഷമിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ അദ്ദേഹത്തിനുള്ള തെറ്റിദ്ധാരണ അതിനിയും വളരാൻ സമ്മതിക്കുന്നത് ശരിയല്ല. ഞാൻ ഇപ്പൊ തന്നെ കൈലാഷ് സാറിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം. നടന്നതെല്ലാം തുറന്നു പറഞ്ഞ് ഈ വിഷയത്തെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വേണ്ട. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന കാര്യം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് നമ്മൾ കാണിക്കുന്ന വിശ്വാസവഞ്ചനയാവും. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കൈലാഷ് സാറാ വിളിക്കുന്ന. അതെടുക്കണ്ട പാറു. ഫോൺ എടുക്ക പാർവതി. ഇതിനെക്കുറിച്ച് കൈലാഷ് സാറിനോട് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് അദ്ദേഹത്തോട് എല്ലാം പറയാം. പക്ഷെ അതിന് പറ്റിയ സമയം ഇതല്ല. നീ എന്നേ എന്ത് പറ്റി കൈലാഷ്? അവള് കോൾ എടുക്കുന്നില്ല, കട്ട് ചെയ്തു. എന്നല്ലേ നീ പ്രിയനെ വിളിക്ക്. കൈലാഷ് സാറല്ലേ? എടുത്ത് സംസാരിക്കേ. വേണ്ട പാറു. പ്രിയനും കട്ട് ചെയ്തല്ലോ. നീ ടെൻഷൻ അടിക്കണ്ട. പാർവതി എന്തായാലും പ്രിയന്റെ വീട്ടിലുണ്ടാവും. നീ വണ്ടി നേരെ അങ്ങോട്ട് വിട്. വരൂ സാർ. പാർവതി എവിടെയാ? ഇയാൾ എന്തിനാ പാറിനെ കുറിച്ച് അന്വേഷിക്കുന്നത്? നല്ല ദേഷ്യത്തിലുമാണല്ലോ. പാറു ചേട്ടനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരിക്കും.
ഇവരിടപെട്ട് അത് കുളവാക്കണ്ട. ഒന്നും അറിയില്ലെന്ന് പറയുന്നതാ നല്ലത്. ചോദിച്ച കേട്ടില്ലേ? ഒച്ച വെക്കല്ലേ സാർ, അമ്മ ഉള്ളിലുണ്ട്. ആരുണ്ടെങ്കിൽ എന്താ, മര്യാദയ്ക്ക് പാർവതിയോട് പുറത്തേക്ക് വരാൻ പറ. സാർ, നമുക്ക് പുറത്തു നിന്ന് സംസാരിക്കാം. എന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുക. പാർവതി എവിടെയാണെന്ന് എനിക്കിപ്പോ തന്നെ അറിയണം. അവൾ ഈ വീടിനകത്തുണ്ടോ? ഇല്ല സാർ, പാറിനെ രാവിലെ തന്നെ ചേട്ടൻ സാറിനെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ. പിന്നെ ഇവിടെ ഒന്ന് തിരക്കിയിട്ട് എന്താ കാര്യം? പാർവതി എന്റെ കൂടെ കമ്പനിയിലേക്ക് വന്നതാ. പക്ഷെ അവിടെ വെച്ച് കമ്പനിയിലെ മാനേജറുമായിട്ട് വഴക്കുണ്ടാക്കി അയാളെ തള്ളി താഴെ ഇട്ടിട്ട് അവൾ എങ്ങോട്ടോ പോയി. ഹോസ്റ്റലിലെ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ അവൾക്ക് പറ്റില്ല. പാർവതി പ്രിയനെ കാണാൻ ഇങ്ങോട്ട് വരാനേ സാധ്യതയുള്ളൂ. അതിന് ചേട്ടൻ നേരത്തെ തന്നെ എയർപോർട്ടിലോട്ട് പോയല്ലോ. ഇവിടെ ഇപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയാണെങ്കിൽ രാവിലെ മുതൽ ചേട്ടൻ പോയതിന്റെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. പാറു ഇങ്ങോട്ട് വന്നിട്ടില്ല സാർ. ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ പോലും എടുക്കുന്നില്ല. ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പാർവതിയും പ്രിയനും ഇതിനകത്ത് തന്നെ ഉണ്ടാവും. നമുക്കുള്ളിൽ പോയി തിരഞ്ഞു നോക്കാം. ഇതാരാ സാർ? ഒരു മര്യാദയില്ലാതെ വീട്ടിൽ കയറി തെരഞ്ഞു നോക്കണമെന്ന് പറഞ്ഞ സാറിനോടുള്ള ബഹുമാനം കൊണ്ടാ ഞാൻ മിണ്ടാൻ നിൽക്കുന്നേ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിൽ കയറുന്നത് നിനക്ക് കാണണോ? നീ എന്റെ വീടിന്റെ പടിയോട്ടിയാ ആ കാല് ഞാൻ തല്ലി ഓടിക്കും. സ്റ്റോപ്പ് ഇറ്റ്. ഞാനിവിടെ പാർവതിയെ കാണാത്ത ടെൻഷനിൽ നിൽക്കുക. അപ്പോഴാ നിങ്ങളുടെ ഒരു പ്രറ്റി ഈഗോ ക്ലാഷ്. എടാ കൈലാഷ്, ഇവള് ഷട്ട് അപ്പ് മുക്ത. വീട്ടിലേക്ക് സമ്മതമില്ലാതെ രണ്ടുപേര് ഇടിച്ചു കയറി വന്ന ആരായാലും ഇങ്ങനെ തന്നെ പെരുമാറൂ. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ സാർ. എനിക്ക് ദർശനം ഒരു സഹായം ചെയ്യണം. പറയൂ സാർ. പാർവതി എന്റെ കോളൊന്നും എടുക്കുന്നില്ല.